എൻ്റെ പേര് ഹൃദ്യ എന്നാണ്. ഞാൻ കോഴിക്കോട് ജില്ലയിലെ ഉള്ളിയിൽ നിന്നാണ് വരുന്നത്. പിന്നെ എനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് RRB PO ആയിട്ടാണ്. പിന്നെ ഞാൻ 2023 എൻ്റെ ബാങ്കിങ് ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനിപ്പോൾ 2026 ഫെബ്രുവരി ആയപ്പോൾ ഒരു റിസൾട്ടായിട്ടുണ്ട്. ഭയങ്കര എക്സൈറ്റ്മെൻറ്റും ഭയങ്കര സന്തോഷവും ഏറ്റവും കൂടുതൽ റിലീഫാണ് തോന്നുന്നത്. റിസൾട്ട് വന്നപ്പോൾ എക്സൈറ്റ്മെൻറ്റിനെക്കാട്ടും കൂടുതൽ ഒരു റിലീഫാണ് തോന്നിയത്. പിന്നെ അമ്മയുടെയും പാരൻസിൻ്റെ ഒക്കെ ഒരു സന്തോഷം കണ്ടപ്പോഴാണ് ശരിക്കും അച്ചീവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് എന്നൊരു ബിലീഫ്, സന്തോഷം തോന്നിയതും വിശ്വാസമായതും. അതുവരെ ഒരു മരവിപ്പായിരുന്നു, എന്താണെന്നറിയില്ല. പിന്നെ ഞാൻ ടീംമേറ്റ്സിൽ ജോയിൻ ചെയ്തത് 2023 നവംബറിലാണ്. ഓൺലൈനായിട്ടാണ് ജോയിൻ ചെയ്തത് ആദ്യമായിട്ട്. പിന്നെ കുറേ പേര് പറഞ്ഞു ഓഫ്ലൈനായിട്ട് വരുന്നത് നല്ലതായിരിക്കും എന്ന് തോന്നിയിട്ട് ഞാൻ 2024 ഏപ്രിലാണ് ഓഫ്ലൈൻ ബാച്ചിലേക്ക് ഇവിടെ വന്ന് ചേർന്നത്. അപ്പോൾ ഓൺലൈനും ഓഫ്ലൈനും തമ്മിലൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഓഫ്ലൈന് കുറച്ചും കൂടി ഒരു ഇൻട്രാക്ഷനും കുട്ടികളായിട്ടും ടീച്ചേഴ്സായിട്ടും ഒരു ഇൻട്രാക്ഷൻ വരും. ആ ഒരു ഇൻട്രാക്ഷൻ എനിക്ക് ഇക്കൊല്ലത്തെ എല്ലാ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോഴും നല്ലോണം യൂസ്ഫുൾ ആയിട്ടുണ്ട്. ഇവിടെ ഉച്ചയ്ക്ക് ശേഷം ഇങ്ങനെ 360 ഡിഗ്രി എന്ന് പറഞ്ഞിട്ടും പിന്നെ ഇങ്ങനെ ഓരോ ടോപ്പിക് തന്നെ സംസാരിക്കാനും ഗ്രൂപ്പ് ഡിസ്കഷൻസ് അതൊക്കെ ഉണ്ടാവുകയും അതൊക്കെ ഈ ഒരു ജേർണിയിൽ എനിക്ക് വല്ലാണ്ട് യൂസ്ഫുൾ ആയിട്ടുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ ഞാൻ ഇവിടുത്തെ ടീച്ചേഴ്സ് ഫാക്കൽറ്റീസ് ആയിട്ടുള്ള അജിത് സാറ്, ഷാജി സാറ്, ജയദീപ് സാറ്, അനൂപ് സാറ്, ഇവരോടൊക്കെ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ്. ഇവരൊക്കെ ഓരോ ഘട്ടത്തിലും ഓരോ ഫേസിലും ഓരോ അഡ്വൈസും സജഷൻസും ടിപ്സൊക്കെ പറഞ്ഞതുകൊണ്ടാണ് ഇന്ന് എനിക്ക് ഇങ്ങനൊരു അച്ചീവ്മെൻറ്റ് കിട്ടിയിട്ടുള്ളത്. അപ്പം ഞാൻ ടീംമേറ്റ്സിനോട് ഭയങ്കരമായിട്ട് താങ്ക്ഫുള്ളാണ്. ടീംമേറ്റ്സ് എനിക്കൊരു ഫ്രണ്ട് പറഞ്ഞിട്ട് അറിയായിരുന്നു. പിന്നെ ഞാനിങ്ങനെ സ്വന്തമായിട്ട് ഇങ്ങനെ നോക്കിയ സമയത്ത് എനിക്കിങ്ങനെ പ്രിലിംസ് ക്വാളിഫൈ ആവും, പക്ഷേ മെയിൻസ് ഇങ്ങനെ സ്റ്റക്കായി പോകും, മാർക്കൊന്നും അധികം കിട്ടാറില്ലേനു. അങ്ങനെ മെയിൻസിന് എന്ത് ചെയ്യണം എന്ന് ആലോചിക്കുമ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ടും പിന്നെ എൻ്റെ ഒരു മാമൻ എക്സ് സർവീസ്മെനാണ്, ഉപ്പരോടെ ഓൾറെഡി പഠിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞൊരു അഡ്വാൻസ് ബാച്ച് ഉണ്ട്, അവിടെ മെയിൻസ് ഫോക്കസ് ആയിട്ട് ക്ലാസ് ഉണ്ടാവും എന്ന് കേട്ടപ്പോഴാണ് ഞാൻ ടീംമേറ്റ്സിലേക്ക് ജോയിൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. പറഞ്ഞ പോലെ തന്നെ അഡ്വാൻസ് ബാച്ച് ആയതുകൊണ്ട് തന്നെ ബേസിക് ലെവൽ അല്ലാണ്ട് തന്നെ കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ചെയ്ത് തുടങ്ങിയത്. അത് ചെയ്ത് തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് മാർക്സിലൊക്കെ മോക്കൊക്കെ കഴിയുമ്പോൾ നല്ലൊരു വ്യത്യാസം എനിക്ക് തന്നെ ഫീൽ ചെയ്ത് തുടങ്ങി. പിന്നെ ആ ഒരു ടൈമിൽ ഞാൻ എഴുതിയ മെയിൻസിലൊക്കെ ആണെങ്കിൽ എനിക്ക് 1 മാർക്ക് 2 മാർക്ക് അങ്ങനെയൊക്കെയാണ് മെയിൻസ് മിസ് ചെയ്തത്. അപ്പോൾ എനിക്കെന്നെ തോന്നി ഞാൻ നല്ലവണ്ണം ഇമ്പ്രൂവ് ആയിട്ടുണ്ടെന്ന് തോന്നി. അങ്ങനെ പിന്നെ ഈക്വലായപ്പോൾ മെയിൻസ് ക്ലിയറായി ഇൻ്റർവ്യൂ വരെ പോകാൻ പറ്റി. അങ്ങനെയാണ് കിട്ടിയത്. ഓൺലൈൻ ക്ലാസ് ആയിട്ടാണ് ആദ്യമായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. നവംബറിലാണ് ഓൺലൈൻ ക്ലാസ് ഞാൻ ജോയിൻ ചെയ്തത് ഇവിടെ അഡ്വാൻസ് തന്നെ. അന്നപ്പോൾ ഓൺലൈൻ ക്ലാസ് വെച്ചാൽ എനിക്ക് ഓൺലൈൻ ക്ലാസ് ഇരിക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ലായിരുന്നു. ചിലർക്ക് ബുദ്ധിമുട്ടാണെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷേ എനിക്ക് ഓൺലൈൻ ക്ലാസ് കംഫർട്ടായിരുന്നു. ടീച്ചേഴ്സൊക്കെ പഠിപ്പിക്കുന്നതൊക്കെ ഞാൻ നല്ലോണം ഫോളോ ചെയ്യുമായിരുന്നു, അവർ പറയുന്ന വർക്കൊക്കെ ഫോളോ ചെയ്യുമായിരുന്നു. ക്ലാസ് ഒക്കെ പൊളിയാണെങ്കിലും എന്താ വെച്ചാൽ സ്വന്തമായിട്ട് ചെയ്യുമ്പോഴേ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് മനസ്സിലാവില്ല. അതുപോലെ ഒരു കംഫർട്ട് സോണിലായിപ്പോവും. എക്സാം മോക്ക് ചെയ്യുക, അനലൈസിസും പിന്നെ എവിടെയാണ് ഒരു പൊസിഷനോ അങ്ങനെയൊന്നും മനസ്സിലാവില്ലേനു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഓഫ്ലൈൻ വന്നു തുടങ്ങിയ സമയത്താണ് ഇവിടെ ഉച്ചയ്ക്ക് ശേഷം പ്രാക്ടീസ് സെക്ഷൻ ഉണ്ടാവും. അതുപോലെ ഷാജി സാറിൻ്റെ ക്ലാസ്സൊക്കെ ആണെങ്കിൽ പസിലൊക്കെ എടുക്കുമ്പോൾ ഇങ്ങനെ ടൈമൊക്കെ വെച്ച് ക്ലാസ് ചെയ്യിപ്പിക്കുക. അത് ശരിക്കും ആ ഒരു പ്രഷർ അറിഞ്ഞ് ചെയ്യുമ്പോൾ നമ്മൾ എക്സാമിലിരിക്കുന്ന ഒരു പ്രഷർ പോലെ തന്നെ ഫീൽ ചെയ്യുമായിരുന്നു. എക്സാമിൽ നമുക്ക് പ്രഷർ വരുമല്ലോ, എക്സാമിന് ഇന്ന ടൈമിനുള്ളിൽ ചെയ്യണം എന്നുള്ള സംഭവം വരും. അപ്പോൾ അത് ഇവിടെ ക്ലാസ്സിൽ നിന്ന് ചെയ്യുമ്പോൾ ചിലർ ആദ്യം ചെയ്തിട്ടുണ്ടാവും, നമ്മൾ ചെയ്യാൻ ബാക്കിലായിരിക്കും. 5 മിനിറ്റൊക്കെ സാർ ടൈം തന്നാൽ 6 മിനിറ്റ് ആയാലും 7 മിനിറ്റ് ആയാലും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ചിലപ്പോൾ ക്ലാസ്സിൽ ആർക്കും ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല, ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ ചെയ്യും. അപ്പോൾ നമുക്ക് നമ്മളൊരു ലെവൽ മനസ്സിലാവും. പിന്നെ വീട്ടിലിരിക്കുമ്പോൾ അതെന്താ വെച്ചാൽ ഒരു ടഫ് ക്വസ്റ്റ്യൻ കിട്ടിയാൽ അത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കുറച്ച് ഡൗൺ ആയിപ്പോവും, അയ്യോ ഇതിന് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന്. പക്ഷേ ക്ലാസ്സിലാകുമ്പോൾ അത് എല്ലാവർക്കും ഇങ്ങനെയാണോ, ടഫാണോ, അല്ലെങ്കിൽ എല്ലാവരും ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ ചെയ്യുന്നുണ്ടോ, അതൊക്കെ നമുക്ക് മനസ്സിലാവും. നമ്മൾ ഒരു പെർഫോമൻസ് എങ്ങനെയാണെന്ന് കറക്റ്റായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും. അത് ഓഫ്ലൈൻ ക്ലാസ്സിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഓഫ്ലൈൻ ക്ലാസ് വരുമ്പോൾ എന്താ വെച്ചാൽ ഇവിടെ ഇങ്ങനെ ഞാൻ പറഞ്ഞ പോലെ 360 ഡിഗ്രി പോലത്തെ മോക്ക് ഇൻ്റർവ്യൂ ക്ലാസ് അല്ലാണ്ട് തന്നെ അവർ ഓൾറെഡി അഡ്വാൻസ് ലെവൽ കുട്ടികൾക്കും കൊടുക്കുന്നുണ്ടായിരുന്നു. ഓരോ ടോപ്പിക്കായിട്ടോ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഡിസ്കഷൻ ആയിട്ടോ ഉച്ചയ്ക്ക് ശേഷം മെയിൻലി അതായിരുന്നു ഉണ്ടാവുമല്ലോ, പ്രാക്ടീസ് അല്ലാണ്ട് തന്നെ. അന്നപ്പോൾ ഈ ഗ്രൂപ്പ് ഡിസ്കഷനൊക്കെ വഴി നമുക്ക് നമ്മളെ പോയിന്റ്സ് പറയാനും ഈ ഇൻ്റർവ്യൂവിനൊക്കെ നല്ലോണം യൂസ്ഫുൾ ആവും. നമുക്കിങ്ങനെ ഓപ്പൺ ആയിട്ട് സംസാരിക്കാനും പിന്നെ ഒരു ഇൻഹിബിഷൻ ഇല്ലാണ്ട് നിൽക്കാനും പിന്നെ സോഷ്യൽ ആൻസൈറ്റി ഉണ്ടെങ്കിൽ സ്റ്റേജ് ഫിയർ അതൊക്കെ ഇങ്ങനെ മെല്ലെ കുറയാനൊക്കെ തുടങ്ങും. അതൊക്കെ ഈ അഡ്വാൻസ് ലെവൽ ഞാനിങ്ങനെ ഓഫ്ലൈൻ ക്ലാസ് വന്നതിനെ കൊണ്ടാണ് എനിക്ക് ആ ഒരു ഫിയറൊക്കെ മറികടക്കാൻ പറ്റിയത്. അതാണ് എനിക്ക് ഓഫ്ലൈൻ ക്ലാസ്സും ഓൺലൈൻ ക്ലാസ്സായിട്ടൊരു മെയിനായിട്ടൊരു ഡിഫറൻസ് തോന്നിയത്. അതായത് ഈ ഒരു ഇൻട്രാക്ഷൻ കിട്ടും നന്നായിട്ട്, പിന്നെ കുറച്ചും കൂടി കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കാനൊക്കെ പറ്റും. അതാണ് മെയിനായിട്ട് എനിക്കൊരു ഡിഫറൻസ് തോന്നിയത്. ഞാൻ ഫിസിക്സാണ് പഠിച്ചത്, PG വരെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ PG ഞാൻ ചെയ്ത സമയം തന്നെ കോവിഡ് ടൈം ആയിരുന്നു.
അപ്പോൾ കോവിഡ് ടൈമിൽ ഒക്കെ ഓൺലൈൻ ക്ലാസ്സും പിന്നെ ഫിസിക്സ് പോലത്തെ സബ്ജക്റ്റ് ഓൺലൈൻ പഠിക്കുമ്പോഴുള്ള കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഞാനിങ്ങനെ നെക്സ്റ്റ് എന്ത് ചെയ്യും, എനിക്ക് ആദ്യം PhD അങ്ങനെ പോകണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ടൈമിൽ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് സാഹചര്യങ്ങൾ കൊണ്ട് വേറെ എന്താ നല്ലൊരു ഓപ്ഷൻ എന്ന് ആലോചിക്കുമ്പോഴാണ് എനിക്കിങ്ങനെ ബാങ്കിങ്ങിനെ പറ്റി അറിയാൻ പറ്റിയത്. അപ്പോൾ എന്നെ മെയിൻലി എനിക്ക് അട്രാക്റ്റഡ് ആയത് ഒരു എന്താണെന്ന് വെച്ചാൽ ഈ ബാങ്കിങ്ങിൻ്റെ റിക്രൂട്ട്മെൻ്റ് ഒക്കെ ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും. റിക്രൂട്ട്മെൻറ്റ് വരുന്നതും പിന്നെ റിസൾട്ടൊക്കെ ഭയങ്കര ഫാസ്റ്റായിട്ട് ഒരു 6 month ടൈമിനുള്ളിൽ നമുക്ക് വിചാരിച്ചൊരു പോസ്റ്റിൽ എത്താൻ പറ്റും. ഒരു റിക്രൂട്ട്മെൻറ്റിൻ്റെ ടൈം നോക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു ഇതാണ് എനിക്ക് ഫാക്ടറാണ് അട്രാക്റ്റഡ് ആയത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ പ്രിലിംസ് ഒക്കെ എഴുതുമ്പോൾ തന്നെ എനിക്ക് ഒരു ഇൻട്രസ്റ്റ് ഒക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് അറിയുന്ന കുറച്ച് എൻ്റെ റിലേറ്റീവ്സ് ഒക്കെ ബാങ്കിൽ ഓൾറെഡി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ ലൈഫും സ്റ്റാറ്റസും അതൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും കേരളത്തിൽ ഒരു നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള ജോലി വേണമെങ്കിൽ നല്ലൊരു ഓപ്ഷനാണെന്ന് തോന്നി. അങ്ങനെ ബാങ്കിലേക്ക് തിരഞ്ഞെടുത്തു. പിന്നെ എക്സാം പ്രിപ്പറേഷൻ തുടങ്ങി. ഇങ്ങനെ ചിലതൊക്കെ കിട്ടാൻ തുടങ്ങിയപ്പോൾ ഒരു കോൺഫിഡൻ്റ് ആയി. പിന്നെ അതിന് വേണ്ടി എഫേർട്ട് എടുത്തു. ഇങ്ങനെ പിന്നെ ഞാൻ ഈ വർഷം കിട്ടിയില്ലെങ്കിൽ ക്വിറ്റ് ചെയ്യാമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്തോ ഭാഗ്യം കൊണ്ട് ഇപ്രാവശ്യം കിട്ടി. ബാങ്ക് ഇനിയൊന്നും ആയിട്ടില്ലെങ്കിൽ ഈ വർഷം ഞാൻ B.Ed എടുക്കണം എന്നാണ് വിചാരിച്ചത്. ടീച്ചിങ് ആണ്. ഞാൻ PG ക്വാളിഫൈഡ് ആയതുകൊണ്ട് B.Ed എടുത്തിട്ട് ആ ഒരു പ്രൊഫഷനിലേക്ക് പോകണം എന്നാണ് പിന്നെ വിചാരിച്ചുകൊണ്ടിരുന്നത്. അഥവാ ബാങ്കിങ് ഒന്നും വിചാരിച്ച പോലെ ആയിട്ടില്ലെങ്കിൽ മാത്രം അങ്ങനെ എടുക്കാമെന്നാണ് വിചാരിച്ചത്. B.Ed കഴിഞ്ഞിട്ട് ടീച്ചിങ് പ്രൊഫഷൻ. പിന്നെ എനിക്കെന്ന് പറഞ്ഞാൽ ഞാൻ പ്രിപ്പറേഷൻ തുടങ്ങിയ സമയത്ത് വീട്ടിൽ നിന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് വേണോ, മീൻസ് സേഫായിട്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ കേരളമായിട്ട് ഇങ്ങനെ ഇപ്പോൾ PG കഴിഞ്ഞുകൊണ്ട് B.Ed ഒക്കെ ചെയ്തിട്ട് അങ്ങനെ പോകണമല്ലേ എന്നൊരു ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ നിർബന്ധപ്രകാരമാണ് ഞാൻ ബാങ്കിങ്ങിന് വന്നതും അത് ചെയ്തതും. പക്ഷേ തുടങ്ങിയതിന് ശേഷം വീട്ടിൽ നിന്ന് ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഓരോ എക്സാമും ഇങ്ങനെ പ്രിലിംസ് കിട്ടുമ്പോൾ ആദ്യമൊക്കെ നമ്മളൊരിക്കൽ പ്രിലിംസ് കിട്ടുന്ന വലിയ കാര്യമാണെന്ന് വിചാരിക്കുമ്പോൾ അത് സന്തോഷിക്കും. പിന്നെ എക്സാമൊക്കെ ബാക്ക് ടു ബാക്ക് ഫെയിലേഴ്സ് വന്നപ്പോൾ ഞാനിങ്ങനെ തളർന്നു പോവുമായിരുന്നു. പക്ഷെ വീട്ടിൽ നിന്ന് അമ്മയും അച്ഛനായാലും ഇനി നോക്ക് എന്നുള്ള അവർ പ്രഷർ തരില്ലായിരുന്നു. പക്ഷേ അവർ പ്രഷർ തരാത്തായിരുന്നു എൻ്റെ പ്രശ്നം. മീൻസ് എനിക്ക് തോന്നുമായിരുന്നു സങ്കടമാവുമായിരുന്നു. കാരണം അവർക്ക് നല്ല ഹോപ്പ് ഉണ്ടായിരുന്നു. എൻ്റെ ഡിസിഷൻ ആയതുകൊണ്ടാണ് അവർ സപ്പോർട്ടും ചെയ്തത്. അവരുടെ സപ്പോർട്ടും പിന്നെ ഫ്രണ്ട്സിൻ്റെ സപ്പോർട്ട് അതൊക്കെ വല്ലാണ്ട് യൂസ്ഫുൾ ആയിട്ടുണ്ട്. പിന്നെ ഇത്രയും വർഷമായിട്ട് ഞാൻ നോക്കുമ്പോൾ 3 വർഷമായിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ അതിന് എൻ്റെ കൂടെ നിന്ന് ടീംമേറ്റ്സിൽ അക്കാദമിയിലെ ഫാക്കൽറ്റീസിനും ടീച്ചേഴ്സിനും അജിത് സാറ്, ഷാജി സാറ്, ജയദീപ് സാറ്, അനൂപ് സാറ്, അവർക്കും പിന്നെ എൻ്റെ ഫാമിലി ഫ്രണ്ട്സ് ഇവർക്കൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് താങ്ക് യു പറയുകയാണ്.